ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ചർച്ചയും നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. മറ്റു മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ ആർക്കും വേണ്ട. ഇത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതായത് UDFിലെ അഥവാ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായി എത്തുന്നവരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ. ആ തൊഴിൽ അവർ നിർത്തിയിട്ടില്ല, കുറേ മാസങ്ങളായി. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, അതുപോലെ DCC അധ്യക്ഷൻ VS ജോയി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയതും. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് തമാശ. അതായത് നിലമ്പൂരിൽ VS ജോയി UDF സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാടിൽ ഉറച്ച് PV അൻവർ നിൽക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. നിലമ്പൂരിൽ വിജയസാധ്യത VS ജോയിക്കാണെന്ന് AP അനിൽകുമാറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അൻവർ നിലപാടറിയിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ VS ജോയിയുടെ പേര് PV അൻവർ ഉയർത്തിക്കാട്ടിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എങ്കിലും അത് കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് വിട്ടതാണ് അൻവർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഒരു തമാശയായി കാണാനാകില്ലെന്നും കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് 140 മണ്ഡലങ്ങളിലും ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് പിണറായി വിജയന്റെ ദുർഭരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കണം നിലമ്പൂരിൽ നിന്നും വരാനിരിക്കുന്നത് എന്നുള്ളതാണ് അൻവർ അതിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വണ്ടൂർ MLA AP അനിൽകുമാറിനെ മലപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ എന്തോ സംസാരിച്ചു രണ്ടുപേരും. അതിനെയാണ് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. അവിടെ എന്താണ് സംസാരിച്ചതെന്നും അൻവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അൻവറിന്റെ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള UDF മുന്നണി പ്രവേശനം ഉണ്ടാവുമോ? നമുക്ക് നോക്കാന്നേ. നമുക്കത് സാഗനിപ്പോൾ ഒരു 3-4 ദിവസമല്ലേ ഉള്ളൂ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. മുന്നണിയിലെടുത്താൽ UDFന് ഗുണം ചെയ്യും. അത് കൂടുതൽ ഗുണം ചെയ്യും. കൂടിക്കാഴ്ച തീർത്തും അവിചാരിത. നിങ്ങളിവിടെ വന്നൊക്കെ നമ്മൾ അറിയില്ലല്ലോ. മലപ്പുറത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ മലപ്പുറം എന്ന് പറയുന്നത്. ഞാൻ വേറെ ആവശ്യത്തിന് വന്നാ അപ്പം അനിലിവിടെ ഉണ്ട്, ഞങ്ങൾ കണ്ടു സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇല്ല, നമ്മൾ പൊതുവായ രാഷ്ട്രീയം, നിലമ്പൂർ ഇലക്ഷനാണല്ലോ പരമപ്രധാനമായിട്ടില്ലേ. രാഷ്ട്രീയക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു സ്വകാര്യ RC ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇത്ര സ്ഥലങ്ങളുണ്ട്, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്ക് ഒരു റോളുണ്ട്. അത് അനിൽകുമാർ ആണെങ്കിൽ അവിടെ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നമുക്കൊരു റോളില്ല. AP അനിൽകുമാർ MLAക്കാണ് അവിടെ ചാർജ് ഉള്ളതിൽ സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുതൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമല്ല UDF ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതിയും എന്താണ് സാഹചര്യങ്ങൾ എന്ന് വിലയിരുത്തല്ലോ. അത്തരത്തിലുള്ള സംസാരത്തിൽ അപ്പുറമൊന്നുമില്ല. സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ ചർച്ചയായി. അത് സ്വാഭാവികമല്ലേ, രാഷ്ട്രീയമല്ലേ സംസാരം. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ആ ചർച്ചകൾ നടക്കുമ്പോൾ ഇതൊക്കെ അതിലെ ഭാഗമായിട്ട് ചർച്ചകളാവുമല്ലോ. ആര് സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതിൽ അൻവറിന്റെ അഭിപ്രായം അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സ് ആയിട്ട് കണ്ടാൽ മതി. അല്ല, അതിൽ ഉറച്ചു നിൽക്കാന്ന് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ് ആ വാക്കുകൾ. ആ പത്രസമ്മേളനം, രാജിവെച്ച പത്രസമ്മേളനം എടുത്തു നോക്കിയാൽ കാണാം. ഒരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് അന്ന് പറഞ്ഞതാണ്. ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. അത് അവർക്ക് തീരുമാനമെടുക്കാം. അല്ല, അതൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ. They will take a decision, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നത്തെ രാഷ്ട്രീയത്തിന് ഏറ്റവും ചൂട് പിടിച്ച വിഷയം നിലമ്പൂരില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയല്ലോ. ഒരു ആശങ്കയില്ല. എന്താണ് ആശങ്കക്ക് എന്ത് വകയാണ്? ഒരാശങ്കയില്ല. കാരണം ആശങ്ക ഉള്ളത് CPM-നാണ് അല്ലെങ്കിൽ LDF-നാണെന്ന് അറിയാലോ. LDF-ന്റെ മുൻ കൺവീനറും ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായ സഖാവ് TP രാമകൃഷ്ണൻ നിലമ്പൂരിലുണ്ടായിരുന്നില്ല മിനിയാന്ന്. നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന്. എന്താ അദ്ദേഹം പറഞ്ഞു? ഞങ്ങൾ ഭയങ്കര ഭൂരിപക്ഷം തന്നെ ജയിക്കും. ഇത് വിലയിരുത്തലാവില്ല.
അതെങ്ങനെയാ പറയാ? അതെന്താണ് അതിന് ലോജിക്ക്? 9 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു MLA രാജിവെച്ചിട്ട്, അതായത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്, പിണറായി സത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഒരു അനലൈസേഷൻ, അതിന്റെ ഒരു വിലയിരുത്തലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. പിന്നെന്തിനാ അവരെ ആശങ്കപ്പെടുന്നത്? എന്താണെന്ന് പറയാൻ ധൈര്യമില്ലാത്തത്? അതെ, ഈ പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, അത് വസ്തുതയല്ലേ എന്ന് പറയേണ്ടടുത്ത് എന്തിനാ അവരെ ഒളിച്ചോടുന്നത്? ഒരു ഭാഗത്ത് പറയും. അതായത് PV അൻവർ എന്ന മുൻ MLA-യും അനിൽകുമാർ MLA-യും മാത്രമാണ് ആ ചർച്ചയിൽ മലപ്പുറത്ത് വെച്ചുണ്ടായിരുന്നത്. എന്താണ് പറഞ്ഞത് എന്ന് അതിൽപ്പെട്ട ഒരാളായ PV അൻവർ പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. അനിൽകുമാർ MLA ആകട്ടെ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. മാത്രമല്ല, അൻവറിനെ വാക്കുകളെല്ലാം വിവാദമുണ്ടാക്കാൻ AP അനിൽകുമാർ എന്ന ചുമതല വഹിക്കുന്ന ഒരാൾ തയ്യാറാവുകയുമില്ല. പിന്നെ എവിടെ നിന്നാണ് അൻവർ VS ജോയിക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ചു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നറിയില്ല. ഏതായാലും UDF-നെ തോൽപ്പിക്കാൻ ഒരു വൻ സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പണി നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട്. എന്നാൽ അതിൽപ്പെടാതെ ആത്മസംയമനം പാലിച്ച് സൂക്ഷിച്ച് നടന്നാൽ UDF-നും കോൺഗ്രസിനും നല്ലത്.